ഇതിലെന്താ മമ്മി ഇത്ര മനസ്സിലാക്കാൻ? നിതിനെ കല്യാണം കഴിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞത് എന്റെ മാത്രം പിടിവാശിയല്ലേ? ഇപ്പൊ എനിക്കത് ബോധ്യമായി. ഞാനത് ഉപേക്ഷിച്ചു. ഇതിൽ മനസ്സിലാവായ്മ എന്താ? ഒരുപാടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നീ ആളാകെ മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പുതിയ മൃദുല. അതാ മമ്മിക്ക് മനസ്സിലാവാത്തത്. എന്ന് വെച്ച് നീ നിന്റെ വാശി തുടരുന്നല്ല ഞാൻ പറയുന്നേ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്ന അത് മമ്മിക്ക് വലിയ സന്തോഷം തന്നെയാ. മമ്മിക്ക് മാത്രമല്ല, അപ്പൂപ്പനും നിന്റെ അങ്കിളിനും സോഫിയ ആൻറ്റിക്കും ഒക്കെ സന്തോഷാവും. പക്ഷേ പെട്ടെന്നുള്ള നിന്റെ ഈ മാറ്റം എന്തോ മമ്മിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആരോ ഭീഷണിപ്പെടുത്തി നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന പോലെ. ഏയ്, എന്തു ഭീഷണി? ആര്? സത്യം പറയാ, നിതിൻ എപ്പോഴെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ? കൊന്നു കളയൊന്ന മറ്റു പറഞ്ഞോ? ഏയ്, ഇല്ല മമ്മി. എന്തോ ഉണ്ടായിട്ടുണ്ട്. അത് നിന്റെ മുഖത്ത് കാണാം. ഒരിക്കലവൻ അവന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരോടും പറഞ്ഞല്ലേ കല്യാണം നടന്നില്ലെങ്കിൽ ചുട്ടുകളയുന്നു. അപ്പോ നിന്നെ മാത്രം മുന്നിൽ കെട്ടിയ അതിനപ്പുറം പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാക്കണ്ടല്ലോ മമ്മി. കല്യാണം കഴിഞ്ഞാ അതോടെയൊക്കെ അവസാനിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ ഒക്കെ തുടങ്ങാൻ പോകുന്നേയുള്ളൂ എന്നാ മമ്മിക്ക് തോന്നേ. മോള് മമ്മിയോട് ക്ഷമിക്കേ. നിന്റെ ജീവിതോർത്ത് മമ്മിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. സാരമില്ല മമ്മി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിതിൻ എന്റെ കഴുത്തി താലി കെട്ടട്ടെ. വാശിയുടെ പുറത്ത് പറഞ്ഞു പോയതും ചെയ്തു പോയതും ഒക്കെ പിന്നീട് തിരിച്ചെടുക്കുമായിരിക്കും നിതിൻ. മമ്മി അപ്പൂപ്പനോട് പറഞ്ഞേക്ക് കല്യാണം ഉറപ്പിക്കാൻ. സുഖം തോന്നുന്നുണ്ടോ ടീന? വേദനയുണ്ട്. അതുണ്ടാവും ടീന കുഞ്ഞെ. ശരീരത്തിൽ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞതല്ലയോ? അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇനി എത്ര ദിവസം കിടക്കണമെന്ന് ഡോക്ടർ വല്ലതും പറഞ്ഞോ? ഓ, ഇനിയിപ്പൊ കിടന്നാലും കിടന്നില്ലേലും എത്ര നാളെന്ന് വെച്ചാ? അങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഏതായാലും മുറിവ് കരിയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. 5-8 ദിവസം കിടന്നേ പറ്റത്തുള്ളൂ. എന്താ ടീന? നമുക്ക് വീട്ടിലേക്ക് പോവാം. പോകാൻ ടീന, കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞോട്ടെ. ഇപ്പൊ പോവാം. അയ്യോ, അതെങ്ങനെ ടീന? ഓപ്പറേഷൻ ചെയ്തതിൻ്റെ മുറിവൊക്കെ കരിയണ്ടേ? മാത്രമല്ല ഇടയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടായോ? എനിക്ക് വീട്ടിൽ പോകണം. അസുഖമൊക്കെ ഭേദമായ ഉടനെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ടീന. ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. ഓ, ഇനിയിപ്പൊ എന്നാ പേടിക്കാനാ? എല്ലാം ഉറപ്പായില്ലയോ? വികാരി അച്ഛനെ വിളിക്കണ്ടായോ? എന്നാത്തിനാ? ബോധമുള്ളപ്പോ അന്ത്യകൂതാശ അങ്ങ് നടത്തുന്നല്ലയോ നല്ലത്? എനിക്ക് വിശക്കുന്നു, ഞാൻ ക്യാൻറ്റീനിലോട്ട് പോവാം. ആ, എല്ലാവരും അങ്ങോട്ട് ചെന്നാട്ടെ. ഞാനങ്ങ് വന്നോളാം. എന്നാ മാത്യൂസ് വാ വാ. ഞാൻ ഇനി എത്ര ദിവസം ജീവിക്കും? വേണ്ട, ഇങ്ങനൊന്നും എന്നോട് ചോദിക്കരുത്. നിനക്കൊരു കുഴപ്പവും വരത്തില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ ഫിലിപ്പോസ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നല്ല ചൂടാ. അത് സാരമില്ല, കുറച്ച് ദിവസം മരുന്ന് കഴിക്കുമ്പോൾ ചൂട് കുറയും. അതല്ല, മുറിക്കകത്ത് നല്ല ചൂടാ. അതിന് എപ്പോഴും ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. ആശുപത്രിയിലെ മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെ ഫിലിപ്പോസിനും ഇവിടൊക്കെ ഇറങ്ങി നടക്കാം. മറ്റുള്ളവരോട് സംസാരിക്കാം, ചെടികൾക്ക് വെള്ളം നനയ്ക്കാം, അടുക്കളയിൽ പാചകക്കാരനെ സഹായിക്കാം. മനസ്സിലായോ? ഓ, ആ,
ആ ഫിലിപ്പോസിനെ കാണാൻ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ ദാ വന്നല്ലോ. അപ്പച്ച, നീ ആരാ? നിനക്കും ഭ്രാന്താണോ? ഇച്ചായ ഞങ്ങളെ മനസ്സിലായോ? അതെന്നാ ചോദ്യമാ അന്നാമ്മേ? എനിക്കെന്നാ ബുദ്ധിക്ക് വല്ല തകരാറുണ്ടോ? അപ്പച്ചനിവിടെ വിഷമം വല്ലതും ഉണ്ടോ? എന്നതായാലും ഡോക്ടറോട് പറഞ്ഞ് നമുക്ക് ശരിയാക്കാം. നീ എന്നതാടാ ഈ പറയുന്നേ? നിന്റെ അപ്പച്ചനാന്നോ ഞാൻ? അതെ, ഇവൻ നമ്മുടെ മോൻ ബോബനല്ലേ? ആന്നോ? എന്നാലേ ഇതീ ഭേദം നമ്മുടെ വീട് തന്നെ. അവിടെ ആവുമ്പോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെയാണെങ്കി മൊത്തം ഭ്രാന്തന്മാരാ. അച്ചായന്റെ അസുഖം മാറിയാലുടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. പറ്റത്തില്ലടി പെമ്പിളെ. പെൺകഴുകനെ പോലെ ആ സെലീന പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്നെ അവൾക്ക് തൂക്കിലിടണം. എന്നെ കൊന്നേ അവൾ അടങ്ങത്തുള്ളൂ. എടാ മോനെ, നീ കുറെ കാശ് അവൾക്ക് കൊടുത്തു നോക്ക്. അല്ലേ വേണ്ട, നമുക്ക് അവളെ അങ്ങ് തട്ടിയാലോ? അപ്പച്ച, മനസമാധാനത്തോടെ ഇരിക്കെ. അപ്പച്ചന് അപകടമൊന്നും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടർ നല്ല ചികിത്സയല്ലേ ചെയ്യുന്നത്? അതെ, ഈ ഡോക്ടർ ദൈവപുത്രന് തുല്യമാ. മാലാഖമാരിൽ ഒരാളാ. എനിക്ക് സ്വർഗത്തിലേക്ക് വഴികാട്ടി തന്നത് ഈ ഗബ്രിയേൽ മാലാഖയല്ലയോ? നോ പ്രോബ്ലം. ആ നമ്മേ, സെമിത്തേരിയിലെ കുടുംബക്കല്ലറയില് നീ പോയി എല്ലാം ഒരുക്ക്. ശവമടക്കം വലിയ മേളമായിട്ട് തന്നെ നടത്തണം. ബാൻഡ് മേളവും പൊൻകുരിശും ഒക്കെ വേണം. എടീ, എന്റെ കല്ലറയിൽ എല്ലാ ഓർമ്മ ദിവസവും നീ വന്ന് മെഴുകുതിരി കത്തിക്കണം, റീത്തും വയ്ക്കണം. പക്ഷേ എന്റെ പെമ്പിള്ള കരയരുത്. അതെനിക്ക് സഹിക്കുകയല്ലടി. നിന്നെ കരയിച്ചാലേ എന്റെ ആത്മാവിന് ഗതി കിട്ടത്തില്ല. കരയില്ലെന്ന് പറ ഡോക്ടറെ. സോമ കൊണ്ടുപോയിക്കോളൂ. എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല വിഷമമുണ്ട്, പ്രത്യേകിച്ച് നിന്റെ മമ്മിക്ക്. ഏയ്, എനിക്കൊന്നുമില്ല ആൻറ്റി. എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എല്ലാവരും കോൺഷ്യസ് ആവുന്നേ? ആദ്യം കല്യാണം വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ വേണമെന്നും പറഞ്ഞു. ഇതിനെയാണോ ആൻറ്റി മമ്മിയൊക്കെ വലിയ ഇൻഡിഫറൻറ്റ് പെരുമാറ്റമായിട്ട് കാണുന്നേ? അങ്ങനെ അല്ലല്ലോ പാർവതി പറഞ്ഞത്. നീ ടോട്ടലി മാറിയിരിക്കുന്നു. നീ ജനിച്ചത് മുതൽ നിന്റെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കാണുന്നതല്ലേ പാർവതി. പെട്ടെന്നൊരു ചേഞ്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂസ്ഡ് ആവും. നിന്റെ കാര്യത്തിൽ ഒത്തിരി വേവലാതപ്പെടുന്ന മനസ്സാ പാർവതിയുടേത്. നീ അല്ലാതെ വേറെ ആരാ മോളെ പാർവതിക്കുള്ളത്? ആ മനസ്സിലെ സങ്കടം ഇപ്പൊ നിന്നെക്കാളും കൂടുതൽ എനിക്കറിയാം. ശരിക്കും നെഞ്ചില് തീക്കനലും കോരിയിട്ട് ആ പാവം നടക്കുന്നേ. നിനക്കെന്തോ പ്രശ്നമുണ്ട്, അത് ആന്റിയോടെങ്കിലും പറ. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരാ മോളെ? പറ, എന്താ നിനക്ക് പറ്റിയേ? അത് ആൻറ്റി പറഞ്ഞത് ശരിയാ, എനിക്കെന്തോ പറ്റി. എന്നെ ചതിച്ചു ആൻറ്റി. ചതിക്കാനോ? ആര്? എങ്ങനെ ചതിച്ചോന്ന്? അത് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി ആന്റിയും മമ്മിയും കൂടി ചിന്നു ചേച്ചിയെ കാണാൻ പോയപ്പോ നിതിൻ എന്നെ ഇപ്പോഴെങ്ങനെ ഡോക്ടർ?
വന്നതിൽ എന്തെങ്കിലും മാറ്റം, കുഴപ്പങ്ങൾ? ഹേയ്, ഇതുവരെ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. കൃഷ്ണപിള്ള വന്നില്ലയോ മോളെ? ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതാ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരു പ്രശ്നവും ഇല്ല കൊച്ചേ. ഈ ഡോക്ടർ കൃത്യമായിട്ട് മരുന്ന് തരും. വേണ്ടേ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്റെ ഓയിൽ ഫിൽറ്റർ മാറാൻ നേരമായിന്ന്. മറ്റൊരു മെന്റൽ പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞതാ. അയാളൊരു മെക്കാനിക്കായിരുന്നു. ഇപ്പൊ ആരെ കണ്ടാലും വാഹനമാണെന്ന മട്ടിൽ ചികിത്സ നിർദ്ദേശിക്കും. ആന്നാന്ന്, ഒറ്റ നോട്ടത്തിൽ തകരാറ് കണ്ടുപിടിക്കും. മോൾ ഒരു ദിവസം കൃഷ്ണപിള്ളയും കൂട്ടി ഇങ്ങോട്ട് വാ. ഈ ഡോക്ടർ നല്ല മരുന്ന് കൊടുക്കും. ശരി ശരി, കൊണ്ടുവരാം. യാതൊരു കുറവും കാണുന്നില്ലല്ലോ ഡോക്ടർ? പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. എന്തായാലും ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാവം കൃഷ്ണപിള്ള, ഞാൻ ഒത്തിരി ദ്രോഹിച്ചതാ. അതും പോരാഞ്ഞിട്ട് അനന്തനെയും കൊന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം കൃഷ്ണപിള്ളയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ. മാപ്പ് തരില്ലേ എനിക്ക്? തരും. എന്റെ ബുദ്ധി നേരെയല്ല മോളെ, അതാ കുഴപ്പം. നോക്ക്, എനിക്ക് ഭ്രാന്തുണ്ടല്ലേ? നോക്ക് നോക്ക്. ഞാൻ ഇറങ്ങുന്നു ഡോക്ടർ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എല്ലാ കാര്യങ്ങളും കോടതിയിൽ ബോധിപ്പിക്കാനുള്ളതാ. ആ, ഒരു പരാതിയുണ്ട്. എന്നെ എന്താ എളുപ്പം തൂക്കം വിധിക്കാത്തത്? എനിക്ക് പർദീസിലേക്ക് പോകാൻ നേരമായി. എത്രയും വേഗം വിധിക്കാൻ കോടതിയോട് പറയണം. തെങ്ങുമൂട്ടി ഫിലിപ്പോസ് പറഞ്ഞ കോടതി തള്ളിക്കളയത്തില്ല. മാലാഖമാർ വന്ന് കാത്തു നിൽക്കുമല്ലയോ. എനിക്ക് വേഗം പോണം. ആ, ആ, ആ. ഏത് പെണ്ണും സമ്മതിക്കും. നീതിന്റെ അടുത്താണ് അവളുടെ കളി. വേണ്ട വേണ്ട, നിന്റെ സോപ്പൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നിനക്ക് വേണ്ടി ഞാൻ ഈ കളി മുഴുവൻ കളിക്കുന്നത്. സ്വത്തുക്കളും ബാങ്ക് ബാലൻസും എന്റെ കയ്യിലൊന്ന് വന്നോട്ടെ മോളെ. പൂരവും മേളവും നീരേറ്റ് തറവാട്ടിൽ തന്നെ നടത്തണോ അല്ലേ നിനക്ക്? നീ എന്താ ഈ തറവാട് കുളം തോണ്ടാൻ വേണ്ടി കയറി വന്നതാ? ആന്റിക്ക് ജനറൽ നോളജ് വളരെ കുറവാണല്ലോ. ഞാൻ പറഞ്ഞുതരാം അല്പം വിവരം. പുതിയ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കണമെന്ന സർക്കാരിന്റെ പുതിയ നയം. എവിടെ കുളം തോണ്ടിയാലും സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കും. വേണമെങ്കിൽ ആന്റിയും കുടിക്കും എൻ്റെ കൂടെ കുളം തോണ്ടാൻ. അല്ല, ആദ്യം ഈ തറവാട്ടി വലിഞ്ഞേറി കുളം തോണ്ടിയതിന്റെ ക്രെഡിറ്റ് ആന്റിക്ക് തന്നെ അല്ലേ? ഈ JCBക്ക് മുന്നിൽ പാവപ്പെട്ട ഈ ഞാൻ വെറും ഒരു പിക്കാസ്. നിർത്തടാ, സംസ്കാരം ഇല്ലാത്തവനെ. അമ്മയുടെ പ്രായമുള്ള എന്റെ അടുത്താണ് അവന്റെ ഒരു സംസ്കൃതം. നിന്റെ ഈ വാചകോടി കേട്ട് സോഫി പേടിച്ചു പോന്ന് കരുതിയോ നീ? ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഭരിച്ചവളാ ഞാൻ. നീ എന്താടാ പാവം കുട്ടിയോട് ചെയ്തത്? ഏത് പാവം കുട്ടി? എന്ത് ചെയ്തു? ഞങ്ങൾ ചിന്നുവിന്റെ കുടിലേക്ക് പോയ ദിവസം നീ എന്താ മൃദുലയോട് ചെയ്തതെന്ന്? അതോ, അതിപ്പോ ഞാനങ്ങനെ ആന്റിയോട് പറയുന്നേ. ഭാര്യ ഭർത്താക്കന്മാരാൻ പോകുന്ന ഞങ്ങള് എന്ത് ചെയ്ത ആന്റിക്ക് എന്താ? എന്തിനാ അതൊക്കെ വിളിച്ചോണ്ട് കിടക്കുന്ന ആന്റി? യു ആർ എ ലോ കൈൻഡ് ഓഫ് എ ക്രിമിനൽ. അങ്ങനെ അങ്ങ് സീൽ കുത്താതെ ആന്റി. ദേ, സാഹചര്യം വരുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. ആന്റി അനന്തൻ ഇളയച്ചനും തമ്മില് ആ റബ്ബർ പുരയിൽ വെച്ച് അതൊക്കെ നാട്ടിപ്പാട്ടാണ്. അതും ഒരു പാവം പെണ്ണ് ആദ്യ രാത്രിയിൽ ഇളയച്ചനെയും കാത്ത് മണിയറയിൽ ഇരിക്കുമ്പോ. അതിലും വലിയ ചതിയാണോ ആന്റി ഞാൻ ഈ ചെയ്തേ? ഏയ്, ഈ ലോകത്ത് ആരും അങ്ങനെ പറയില്ല. ഞാൻ എനിക്ക് അവകാശപ്പെട്ടതാ സ്വന്തമാക്കിയത്. പക്ഷെ അന്ന് ആന്റി സ്വന്തമാക്കിയത് ഒരവകാശവും പറയാനില്ലാത്ത നീരേറ്റ അനന്തനെയാ. യു ബ്ലഡി! നീ എങ്ങനെ അർജുനേട്ടനെ ശോഭയെടുത്തിയുടെ മകനായി ജനിച്ചു? ഈ നീരേറ്റ് തറവാടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത പോലും നിനക്കില്ല. നോക്കിക്കോ, നീ ജയിച്ചു എന്ന് കരുതണ്ട. ഒരു പാവം പെണ്ണിന്റെ മാനം അവളുടെ അനുവാദം ഇല്ലാതെ കവർന്നതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഈ സോഫിയ നിനക്ക് അറിയില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല, വൃത്തികെട്ടവനെ.